നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യം. എന്റെ പൊന്നു ജാസ്മിൻ, ഞാൻ മനഃപൂർവ്വമാണ് നിന്നെ വിളിക്കാതിരുന്നത്. കല്യാണ മണ്ഡപത്തിൽ സംഭവിച്ചതൊക്കെ നിനക്കറിയാലോ. പല്ലവി എന്റെ മോനെ വിരട്ടിയിട്ട് അവനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ചു. അതിനുശേഷം ഇവിടെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. ശരിക്കും തലവേദന ഒഴിഞ്ഞ ഒരു നേരം പോലും ഇല്ലായിരുന്നു. അങ്ങനെ ആ ബഹളത്തിനിടയിലാണ് ഞാൻ മോളെ വിളിക്കാനും വിഷയങ്ങൾ തിരക്കാനും മറന്നുപോയത്. ഇവിടുത്തെ പൊല്ലാപ്പൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. വിളിക്കണമെന്നും സംസാരിക്കണമെന്നുള്ളവർക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കായിരുന്നു. മോളെ പറ്റിപ്പോയി. ഇനി നീ അതിൽ പിടിച്ച് കയറാതെ. എന്റെ ഭാഗത്തു നിന്ന് നിനക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ആന്റി നിന്നോട് മാപ്പ് ചോദിക്കുന്നു. സോറി മോളെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആന്റിക്ക് ജാസ്മിന്റെ സ്വഭാവം അറിയാലോ. ഒന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വഭാവം എനിക്കില്ല. അതാ ഞാനെല്ലാം തുറന്നു പറഞ്ഞത്. എനിക്കത് മനസ്സിലാവും ജാസ്മിൻ. എനിക്ക് നീ പറഞ്ഞതില് ഒരു പരിഭവവും ഇല്ല. നീ കയ്യിലെ ഞരമ്പ് മുറിച്ചത് മഹാ അബദ്ധമായി പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഡാഡിയും കൂടെ ഇറക്കി വിട്ട സ്ഥിതിക്ക് എങ്ങോട്ട് പോണം? മുന്നിൽ ഒരു വഴിയും കണ്ടില്ല ഞാൻ. അപ്പോഴാ സ്വയം ജീവൻ ഒടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. മോളെ, ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അച്ഛൻ അവിടുന്ന് ഇറക്കി വിട്ടപ്പോ മോള് നേരെ ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. അതെ, അത് തന്നെയാ ഞാനും അവളോട് പറഞ്ഞത്. നാണം കെട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഞാൻ എങ്ങനെ വീണ്ടും ഇവിടേക്ക് വന്ന് കേറും? അതായിരുന്നു എന്റെ മനസ്സിലെ ചിന്ത. എടി, അതൊന്നും ഇവിടെ വിഷയമല്ല. കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ ആരാ നിന്നെ ഇവിടെ കളിയാക്കുന്നേ? ആരും കളിയാക്കില്ല. അതെ, സുശീല പറഞ്ഞതുപോലെ ചിന്തിക്കൂ ജാസ്മിൻ. നിന്റെ മനസ്സിലെ ഡിപ്രഷനൊക്കെ മാറ്റിവെച്ചിട്ട് നീ പഴയതുപോലെ ഒന്ന് ആക്റ്റീവ് ആകുമോളെ. ദേ, ഞങ്ങളൊക്കെ കൂടെയില്ലേ? മാത്രവുമല്ല, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ദേ, ഇനി ഈ വീട്ടിൽ നിന്ന് നീ എവിടേക്കും പോണ്ട. ഞാനാ പറയുന്നത്. നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം നിനക്ക് ഈ വീട്ടിൽ താമസിക്കാം. ആന്റി ഇത് പറയുന്നു. പാർവതി ഇപ്പോഴേ എന്നെ ഇവിടുന്ന് എങ്ങനെ പുറത്താക്കാമെന്നായിരിക്കും ചിന്തിക്കുന്നത്. അവൾ അങ്ങനെ ചിന്തിച്ചോട്ടെ. പക്ഷേ അവള് മനസ്സിൽ കാണുമ്പോ നമ്മൾ മാനത്ത് കാണും. അവൾ എന്നെ ഇവിടുന്ന് പുറത്താക്കുന്നതിന് മുൻപ് അവളെ എങ്ങനെ ഇവിടുന്ന് പുറത്താക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം. അതിനൊരു പ്ലാൻ നമുക്കൊരുക്കാം. അതെ, അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കണം. ജാസ്മിനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനും മാത്രം അവൾ ആരാണെന്ന് അറിയണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.